Good morning, dears. It's time to move on to our next topics from the textbook Methodology of Humanities and Academic Writing. Today we will discuss two questions, one essay and one paragraph question. Suppose we will begin with the essay question. The essay question is, what are the subjects classified under humanities and social sciences? Or, to put in another way, what are the topics covered under humanities? സോ ഹ്യൂമാനിറ്റീസ് എൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ കീഴിൽ വരുന്ന ടോപ്പിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ കുറേ ടോപ്പിക്സ് പാരഗ്രാഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതല്ലാത്ത ടോപ്പിക്സും കുറച്ച് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, മറ്റുള്ള ടോപ്പിക്സ് പാരഗ്രാഫ് രൂപത്തിൽ ഡിസ്കസ് ചെയ്തതും കൂടി എടുത്ത് എഴുതുക. എസ്സേ ഫോർ ദി ഫൈനൽ എക്സാം. സോ ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെയാണ്. So let's just read the introduction. We cannot despair of humanity since we ourselves are human beings, said Albert Einstein once. Only on papers has humanity yet achieved glory, beauty, truth, knowledge, virtue, and abiding love. An individual has not started living until he can rise above the narrow confines of his individualistic concerns to the broader concerns of all humanity. Man lives consciously for himself, but is an unconscious instrument in the attainment of the historic, universal aims of humanity. Humanities are academic disciplines that study aspects of human society and culture. It is often said that poets are the sense, philosophers the intelligence of humanity. The humanities include ancient and modern languages, literature, philosophy, history, human geography, law, politics, religion, and art. Next, you have to write the diagram. So the diagram I have given. Human knowledge. We divide human knowledge into two, or we can say three. So human science, social science, natural science. So another sub branches. Next, after that, you have to write in small paragraph. If it is asked for an essay, you have to write very short paragraphs on anthropology, archaeology, economics, psychology, sociology, literature, linguistics, and language teaching, history, etc. സോ നമ്മൾ ആൾറെഡി ഇതൊക്കെ പലതും ഡിസ്കസ് ചെയ്തതാണ്. കുറച്ച് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എന്ത് ചെയ്യാം, ഇതൊക്കെ കുറച്ച് ഒരു 5-6 സെന്റൻസിൽ എഴുതിയാൽ തന്നെ എസ്സേക്ക് എഴുതുമ്പോൾ ഉണ്ടാവും ഒരു എസ്സേ ആക്കാനുള്ളത്. സോ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, എസ്സേക്ക് എത്ര ലെങ്ത് വേണമെന്നുള്ളതിനനുസരിച്ച് നിങ്ങളത് എഴുതുക. സോ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പലതും. സോ ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് അത് നിങ്ങൾ അവിടെ ഫിൽ ചെയ്യുക. സോ ലെറ്റ്സ് ഡിസ്കസ് എ ഫിലോസഫി. Philosophy is a word coming from the Greek word philosophia, which means love of wisdom. സോ ഫിലോസഫി അല്ലെ ആ ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത്, അല്ല നമ്മൾ അറിയാം എന്താണ് തത്വശാസ്ത്രം. തത്വം പറയാ അല്ലെ, അതായത് തത്വചിന്തകൾ പറയുക, ലോകമല്ല ഇന്നതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എന്ത് ചെയ്യുക, ബുദ്ധിശക്തി കൊണ്ട് പറയാൻ ശ്രമിക്കുക അല്ലെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ആര്, ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. സോ ഫിലോസഫി എന്ന വേർഡിന്റെ അർത്ഥം എന്താണ് അല്ലെ, അത് വരുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഫിലോസോഫിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് ലവ് ഓഫ് വിസ്ഡം. Philosophy is the study of the fundamental nature of knowledge, reality and existence. സോ അതായത് ഫിലോസഫി എന്ന് പറയുന്നതല്ലേ, അതായത് പ്രാഥമികമായ അറിവ് എന്താണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സിസ്റ്റൻസ്, അതായത് നിലനിൽപ്പ് അല്ലെ, നമ്മുടെ ഭൂമിയിലെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെയല്ലേ എന്താ ചെയ്യുക, ബുദ്ധിപരമായിട്ട് പറയാൻ ശ്രമിക്കുന്നതാണ് എന്ത് ഫിലോസഫി എന്ന് പറയുന്നത്. സോ അല്ലെ ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അല്ലെ ഇതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ലൈഫ് അല്ലെ എക്സിസ്റ്റൻസ്, ആ ഒരു
ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയാൻ ശ്രമിക്കുക. സോ അങ്ങനെ പറയുമ്പോൾ അല്ലെ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ അല്ലെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഇടയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെ നീ അധികം അല്ലെ ഫിലോസഫി ഒന്നും പറയണ്ട എന്ന് പറയാറ്. സോ അതാണ് എന്ത് ഫിലോസഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തിനെങ്കിലും പറ്റി അല്ലെ ആധികാരികമായിട്ട് അല്ല ആ ഒരു എക്സിസ്റ്റൻസ് നിലനിൽപ്പിനെ പറ്റി പറയുക, അല്ലെങ്കിൽ അറിവിനെ പറ്റി, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുക. അതാണ് എന്ത് ഫിലോസഫി. Philosophy studies problems related to human existence, knowledge, truth, beauty, mind and language. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഫിലോസഫിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യന്റെ അല്ലെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, അല്ലെ നോളജ് എന്ന് പറഞ്ഞാൽ അറിവ്, പിന്നെ എന്താണ് ട്രൂത്ത് അല്ലെ സത്യം, പിന്നെ സൗന്ദര്യം അല്ലെ പിന്നെയോ മനസ്സ് അല്ലെ പിന്നെ എന്താണ് ഭാഷ, ഇതിനൊക്കെ പറ്റി അല്ലെ എന്താ പറയുക ഇന്റലക്ച്വൽ ലെവൽ ആയിട്ട് അല്ലെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഫിലോസഫി എന്ന് പറയും. Philosophy seeks to understand the mysteries of existence and reality. സോ അല്ലെ യാഥാർത്ഥ്യത്തിന്റെയും നിലനിൽപ്പിന്റെയും ആ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ, നിഗൂഢത, അത് എന്ത് ചെയ്യുക പുറത്തു കൊണ്ടുവരാനാണ് അല്ലെ ഫിലോസഫി ശ്രമിക്കുന്നത്. അതായത് അല്ല നമുക്ക് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് എന്നല്ല, അത് അളക്കാനുള്ള ഉപകരണമൊന്നുമില്ല അല്ലെ. ഭൂമിയിലെ ജീവന്റെ ആ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നതിന് അളക്കാനോ ഉപകരണങ്ങളൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് പറയാനേ പറ്റുള്ളൂ. സോ ആ ഒരു ഇന്റർപ്രിട്ടേഷനാണ് എന്ത് ഫിലോസഫി എന്ന് പറയുന്നത്. It relies on reasoned argument to study the fundamentals of life. So it relies on reasoned argument. Reasoned എന്ന് പറഞ്ഞാൽ അല്ലെ ബുദ്ധിപരമായ എന്നുള്ളതാണ്. സോ ബുദ്ധിപരമായ അല്ലെ ആർഗ്യുമെന്റ്സ് കൊണ്ട് എന്ത് ചെയ്യാം, ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ പറ്റി വിലയിരുത്തുക. അതാണ് എന്ത് ഫിലോസഫി എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായ അല്ലെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ, അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നതാണ് എന്ത് ഫിലോസഫി എന്ന് പറയുന്നത്. ഇറ്റ് എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി, നേച്ചർ ആൻഡ് റിയാലിറ്റി. സോ മാനുഷികതയും പ്രകൃതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അല്ലെ ബന്ധങ്ങൾ എന്താണ്, ഇതൊക്കെ അല്ലെ പറയാൻ ശ്രമിക്കുന്നവരാണ് ഫിലോസഫേഴ്സ്. It is a form of inquiry, a process involving analysis, criticism, interpretation and speculation. സോ അതൊരു തരം അല്ലെ ഫോം ഓഫ് എൻക്വയറി ആണ്, ഒരു തരം അല്ല അന്വേഷണമാണ്. സോ എന്തിൻ്റെയൊക്കെ അന്വേഷണം, ഒരു അനാലിസിസ് അല്ലെ ഒരു അവലോകനം ഉൾപ്പെടുന്ന ഒരു അന്വേഷണം, ഒരു വിമർശനം ഉൾപ്പെടുന്ന ഒരു അന്വേഷണം, ഒരു എന്താ പറയുക ഇന്റർപ്രിട്ടേഷൻ അല്ലെ, അതായത് വ്യാഖ്യാനം ഉൾപ്പെടുന്ന ഒരു അന്വേഷണം. പിന്നെ എന്താണ് സ്പെക്യുലേഷൻ, സംശയകരമായ അല്ലെ പലതും ഉൾപ്പെടുന്ന അന്വേഷണം. സോ ജീവിതത്തിന്റെ അല്ലെ മൂല്യങ്ങളെയൊന്നും നമുക്ക് അല്ലെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സോ പലതും അല്ലെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത പലതിനെയും ഇന്റർപ്രിറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നവരാണ് ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. It tries to discover the nature of truth and knowledge to find what is basic value and importance in life. സോ എന്താ ചെയ്യുന്നത്, ഇറ്റ് ട്രൈസ് ടു ഡിസ്കവർ ദ നേച്ചർ ഓഫ് ട്രൂത്ത് അല്ലെ സത്യത്തിന്റെ ആ ഒരു സത്യം എന്ന് പറയുന്നതിന്റെ ആ ഒരു സ്വഭാവം അല്ലെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സത്യം അല്ലെങ്കിൽ അറിവ് എന്നത് എന്താണ്, അത് അറിയാൻ ശ്രമിക്കുന്നത് അല്ലെ ആണ്, അല്ലെങ്കിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ബേസിക് വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ ലൈഫ്. സോ ജീവിതത്തിൽ അല്ലെ ആ ഒരു അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, അതിനുള്ള ഇമ്പോർട്ടൻസ് അത് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഫിലോസഫേഴ്സ് പഠിക്കാൻ ശ്രമിക്കുന്നത്. സോ ഒരു ശ്രമം മാത്രമാണ്, അല്ലാതെ അത് അല്ല ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫിലോസഫേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ഇന്റർപ്രിട്ടേഷനും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അനാലിസിസും അല്ലെ സ്പെക്യുലേഷനും ഒക്കെയാണ്. അത് അല്ലെ ഇന്നതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് എന്തായാലും പറ്റില്ല. Some of the greatest philosophers include Plato, Aristotle, etc. So Plato, Aristotle എന്നിവരൊക്കെയാണ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ്. സോ ബാക്കി ഞാൻ ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്, കാരണം നമ്മൾ പിന്നെ പ്ലാറ്റോന്റെ അരിസ്റ്റോട്ടലിന്റെയും കാര്യങ്ങൾ അല്ലെ ഒരു പാരഗ്രാഫായിട്ട് പറയുന്നതായിരിക്കും. സോ അത് അപ്പോൾ എന്ത് ചെയ്താൽ മതി, യു ഹാവ് ടു ഫിൽ ഇറ്റ്. എക്സാം എഴുതുമ്പോൾ അല്ല അതും കൂടി കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതിയാവും.
Next, we will move on to the next branch under humanities, that is political science. Political science എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ എന്താണ്? What is political science? Political science or politology is a branch of knowledge that deals with the state and the systems of government, the scientific analysis of political activity and behavior. So അതാണ് എന്ത് പൊളിറ്റിക്കൽ സയൻസ്. അല്ലെ ഒരു സ്റ്റേറ്റിന്റെ അഫയേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് ഓഫ് ഗവൺമെന്റ് ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇത് പൊളിറ്റിക്കൽ സയൻസ്. അല്ലെ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം അതിന്റെ അല്ലെ ആ ഒരു എന്താണ് അഫയേഴ്സ് അതിന്റെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കുന്ന അല്ലെ ഇതിനൊക്കെ പഠിക്കുന്ന ബ്രാഞ്ചാണ് പൊളിറ്റിക്കൽ സയൻസ്. അതിനെ എങ്ങനെ പഠിക്കുക? സയന്റിഫിക് ആയിട്ടല്ലേ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആൻഡ് ബിഹേവിയർ അതിനെയൊക്കെ പറ്റി സയന്റിഫിക് ആയിട്ട് പഠിക്കലാണ്. So political science is a phrase coming from the ancient Greek word politica or polis, which means affairs of the cities. So ഗ്രീക്ക് വേർഡായ പൊളിറ്റിക്കാസ് ഓർ പോളിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ്? അഫയേഴ്സ് ഓഫ് ദി സിറ്റീസ് അല്ലെ, അതായത് ഒരു സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അല്ലെ പ്ലേസ് ഒരു കൺട്രിയുമായി അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. Political science studies various forms of governments, political parties, election systems, public administration, and international relations. So political science എന്തൊക്കെയാ പഠിക്കുക? Various forms of government, അല്ലെ types of government, political parties, election system, basic administration, അല്ലെ ഭരണപരമായ കാര്യങ്ങൾ, പിന്നെന്താണ് ഇന്റർനാഷണൽ റിലേഷൻ, ഇതിനൊക്കെ പറ്റിയാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുക. Political science is a branch of study closely related to disciplines like economics, history, law, philosophy, sociology, etc. So പൊളിറ്റിക്കൽ സയൻസ് അല്ലെ ഒരു രാജ്യത്തിന്റെ അല്ലെ മറ്റു കാര്യങ്ങൾ, അതായത് അതിന്റെ സാമ്പത്തികമായും അല്ലെ ചരിത്രമായും നിയമങ്ങളുമായും അല്ലെ തത്വശാസ്ത്രവുമായും സോഷ്യോളജി ഒക്കെ ആയിട്ട് ഒരുപാട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ് പൊളിറ്റിക്കൽ സയൻസ്. Social scientists have a great role to play in improving the efficiency of various government operations. So social scientist എന്തിന്റെ ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് അല്ലെ, ഒരു എന്താ പറയാ ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ, ഒരു ഗവൺമെന്റിന്റെ കാര്യങ്ങളല്ലേ വൃത്തിയായിട്ട് വഹിക്കാൻ അവരെ വിമർശിക്കേണ്ടിയൊക്കെ വരും അല്ലെ. ഒരു പാർട്ടി ആണെങ്കിൽ അല്ലെ പലവരും പാർട്ടിയെ വിമർശിക്കേണ്ടി വരും. സോ നമ്മൾ അവരെ അല്ലെ രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറയും. സോ ഇവരൊക്കെ എന്താണ് അല്ലെ പൊളിറ്റിക്കൽ സയൻസിന്റെ കീഴിൽ വരുന്നവരാണ്. The Greek philosophers like Aristotle and Plato stressed the importance of political science as a branch of study. സോ ഗ്രീക്ക് ഫിലോസഫേഴ്സായ അരിസ്റ്റോട്ടലും പ്ലാറ്റോയും അല്ലെ പൊളിറ്റിക്കൽ സയൻസിന് അല്ലെ എന്താണ് ഒരു ബ്രാഞ്ച് ആയിട്ട് തന്നെ കണക്കാക്കണമെന്ന് പറഞ്ഞവരാണ്. ഇനി ഞാൻ അവിടെ കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്, കാരണം നമ്മൾ പ്ലാറ്റോ അരിസ്റ്റോട്ടലിന്റെ ഒപ്പീനിയനൊക്കെ പിന്നെ അല്ലെ നെക്സ്റ്റ് ആയിട്ട് ഇനി വരുന്ന പാരഗ്രാഫുകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങൾ എഴുതിയാൽ മതിയാകും. Next we will move on to the next branch under humanities, that is performing arts. സോ പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ്? ഡാൻസ് അല്ലെ മ്യൂസിക്, ഓപ്പറ ഇതൊക്കെയാണ്. സോ പെർഫോമിംഗ് ആർട്സ് refers to forms of art in which artists use the voices, bodies or inanimate objects to convey artistic expression. സോ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ലെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ചില ഒബ്ജക്ട്സ് കൊണ്ട് നമ്മൾക്ക് അല്ലെ കാണിച്ചു തരാം. സോ മാജിക് ഒക്കെ എന്താണ് പെർഫോമിംഗ് ആർട്സ് ആണ്. അങ്ങനെ എല്ലാ അല്ലെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയും. സോ ഡാൻസ്, മ്യൂസിക്, ഒപ്പറ, തിയേറ്റർ, മാജിക് ആൻഡ് സർക്കസ് ആർ സം കോമൺലി പ്രാക്ടീസ്ഡ് ആർട്ട് ഫോംസ്. സോ ഇതിനൊക്കെ പറ്റി ഞാൻ കൂടുതലായിട്ട് എഴുതുന്നില്ല, അതൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ. ഡാൻസിനെ പറ്റിയൊക്കെ നിങ്ങൾ എഴുതുക. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാൻസ് അല്ലെ. ഇന്ത്യൻ ഡാൻസിനെ പറ്റി എഴുതാം അല്ലെ, ക്ലാസിക്കൽ ഡാൻസ്, മ്യൂസിക്കിനെ പറ്റി എഴുതാം അല്ലെ, വെസ്റ്റേൺ മ്യൂസിക്, പിന്നെ ഒപ്പേറ, തിയേറ്റർ അല്ലെ നാടകങ്ങൾ, അതിനൊക്കെ പറ്റി എഴുതാൻ നിങ്ങൾക്ക് അറിയാം. സോ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല.
നമുക്ക് എസ്സേ കൺക്ലൂഡ് ചെയ്യാം. എസ്സേ കൺക്ലൂഷൻ പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം. From art and literature to architecture and music, the humanities are present in our everyday life. And in this world, love and compassion are necessities, not luxuries. Without them, humanity cannot survive. Unite liberty with a just frugality. Always reserve something for the hand of charity, and never let our door be closed to the voice of suffering humanity. Thus, a truly cultured man can be nothing but an artist in humanity. സോ നമ്മൾ ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫും അല്ലെ മുമ്പേ പറഞ്ഞ എസ്സേയിൽ യൂസ് ചെയ്തതാണ്. നമ്മൾ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന അല്ലെ ബ്രാഞ്ചിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ യൂസ് ചെയ്ത അതേ കൺക്ലൂഡിങ് പാരഗ്രാഫാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. Next we will move on to the one paragraph question, that is Plato's concept of narration. Plato on narration and representation. Plato's ideas on mimesis or imitation. So നമ്മുടെ ഏൻഷ്യന്റ് ഗ്രീക്ക് ഫിലോസഫറായ പ്ലാറ്റോന്റെ ഐഡിയാസ്, അതായത് നറേഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഇമിറ്റേഷൻ, കല അല്ലെ, അതായത് ആർട്ട് ഈസ് എൻ ഇമിറ്റേഷൻ എന്ന് പറയാറുണ്ട് അല്ലെ, കല ഒരു ഇമിറ്റേഷൻ ആണ് അല്ലെ എന്നൊക്കെ പറയുന്ന ഐഡിയാസ് അദ്ദേഹം അല്ലെ എങ്ങനെ പരിശോധിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. So let's see. Ancient Greek philosopher Plato, 427 BC to 348 BC, views on narration and art in general are intimately bound up with what is called hysteria of ideas. സോ പ്ലാറ്റോന്റെ അല്ലെ ആർട്ടിനെ പറ്റി അല്ലെങ്കിൽ നറേഷനെ പറ്റിയൊക്കെയുള്ള ഐഡിയ പലപ്പോഴും അദ്ദേഹത്തിന്റെ തിയറി, അതായത് തിയറി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്ന ആ ഒരു ആശയവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. സോ അദ്ദേഹം അല്ലെ ഇതൊക്കെയും തിയറി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇൻ ഹിസ് വർക്ക് ദ റിപ്പബ്ലിക് ഹി സേസ് ദാറ്റ് ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. സോ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, ആ ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിൽ പറയുന്നുണ്ട് ഐഡിയാസ്, അതായത് ആശയങ്ങളാണ് എന്ത് അല്ല ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സോ നമ്മൾ കാണുന്നതൊക്കെ എന്താണ്, ആശയത്തിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? അതായത് ഐഡിയാസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് കാണുന്നത് ഓരോന്ന് വസ്തുവിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളല്ലേ ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ അല്ലെ നമ്മുടെ മൈൻഡിൽ എന്താണ് ബുക്ക് എന്നൊരു ഐഡിയ ഉണ്ട്. സോ ആ ഒരു ഐഡിയയാണ് എന്ത് ഒറിജിനൽ. സോ പുറത്ത് കാണുന്ന എന്താണ് ആ ഒരു ഐഡിയയുടെ റിഫ്ലക്ഷൻ മാത്രമാണ് ഒറിജിനൽ അല്ലെ പുറത്ത് കാണുന്ന ബുക്ക് എന്ന് പറയുന്ന സാധനം. പിന്നെ ഒരു ഫ്ലവർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഞാൻ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. സോ ഐഡിയാസ് ഇൻ വൺസ് ഹാർട്ട് ഓർ മൈൻഡ് അബൌട്ട് എ ഫ്ലവർ. സോ ഒരു ഫ്ലവർ നമ്മുടെ മൈൻഡിൽ ഒരു ഫ്ലവറിന്റെ ഐഡിയ ഉള്ളത് കൊണ്ടാണ് അല്ല ഒരു ഫ്ലവർ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, ഓ യെസ് ദിസ് ഈസ് എ ഫ്ലവർ എന്നുള്ളത് മനസ്സിലാവുന്നത്. സോ നമുക്കൊരു ഫ്ലവർ എന്താണെന്ന് അറിയില്ല എങ്കിൽ നമുക്കത് മനസ്സിലാവുമോ എന്താണ് ഫ്ലവർ എന്ന്? ഒരിക്കലുമില്ല അല്ലെ. സോ ഐഡിയാസ് ആണ് എന്ത് റിയൽ ആയിട്ടുള്ളത്. സോ പുറത്തുള്ളതൊക്കെ എന്താണ് വെറും റിഫ്ലക്ഷൻ മാത്രമാണ്. സോ എ റിയൽ ഫ്ലവർ ഹി സീസ് ഔട്ട്സൈഡ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ ഐഡിയാസ് ഓഫ് എ ഫ്ലവർ ദാറ്റ് ഈസ് ഇൻ ഹിസ് ഹാർട്ട് ഓർ മൈൻഡ്. സോ ഒരു കവി എന്താ ചെയ്യാ, എ പോയറ്റ് ഹു സീസ് ദ ഫ്ലവർ ആൻഡ് റൈറ്റ്സ് എ പോയം അബൌട്ട് ഇറ്റ്. സോ ഒരു കവി അല്ലെ ഒരു പൂ നോക്കിയിട്ടല്ലേ കവിത എഴുതും. സോ എ പോയം റിട്ടൺ അബൌട്ട് ദി ഫ്ലവർ. സോ എന്താണ് ഒറിജിനൽ ആയിട്ടുള്ളത് ഐഡിയയാണ് അല്ലെ, നമ്മുടെ മൈൻഡിലുള്ള ആശയങ്ങളാണ്. സോ പുറത്ത് കാണുന്നതൊക്കെ റിഫ്ലക്ഷൻ ആണ്. സോ പുറത്ത് കാണുന്ന റിഫ്ലക്ഷനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കവി ഒരു കവിത എഴുതുന്നത് അല്ലെ. പുറത്ത് കാണുന്ന ഒരു ഫ്ലവറിനെ നോക്കിയിട്ടാണ് കവി കവിത എഴുതുന്നത്. സോ കവിയുടെ വാക്കുകളിലൂടെ ഫ്ലവർ എന്താണ് വേറൊരു രീതിയിലല്ലേ കവിതയായിട്ട് പുറത്തു വരികയാണ്. സോ ഐഡിയാസ് ആണ് അല്ലെ നമ്പർ 1, പുറത്ത് കാണുന്നത് നമ്പർ 2. സോ കവി പുറത്ത് കാണുന്നതിനെ പറ്റി കവിത എഴുതുമ്പോൾ അതെന്താണ് നമ്പർ 3. സോ കവിത എന്ന് പറയുന്നത് എന്താണ്
twice removed from റിയാലിറ്റി. സോ യാഥാർത്ഥ്യത്തിൽ നിന്നും അല്ലെ 2 പ്രാവശ്യം ദൂരോട്ട് പോയ അല്ലെങ്കിൽ എന്താണ് 2 പ്രാവശ്യം അല്ലെ ദൂരമുള്ള ഒരു കാര്യമാണ് എന്ത് ഒരു കവിത അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അതായത് സാഹിത്യം എന്ന് പറഞ്ഞാൽ അല്ലെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെ നിൽക്കുന്ന ഒരു സാധനമാണ് എന്നാണ് പ്ലാറ്റോ പറഞ്ഞു വരുന്നത്. സോ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? പ്ലാറ്റോനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഹാർട്ട് അല്ലെങ്കിൽ മൈൻഡിലുള്ള ആശയങ്ങളാണ് യാഥാർത്ഥ്യം. പുറത്ത് കാണുന്നത് തന്നെ എന്താണ്? വെറും അല്ലെ സെക്കൻഡറി ആണ്. അത് അല്ലെ വെറും ഉള്ളിലുള്ളതിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അല്ലെ പുറത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. സോ ആ ഒരു പ്രതിഫലനം നോക്കി ഒരു കവി ഒരു കവിത എഴുതിയാൽ അല്ലെ അതെന്താണ്? ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി ആണ്. റിയാലിറ്റിയിൽ നിന്നും അല്ലെ ഒരു പ്രാവശ്യം റിമൂവ് ചെയ്യപ്പെട്ടത്, അതായത് അല്ലെ റിയാലിറ്റിയിൽ നിന്നും മാറ്റപ്പെട്ടത് എന്താണ്? കവിത അല്ലെങ്കിൽ ഒരു നാടകം അല്ലെ എന്നൊക്കെ പറയാം. സോ അത് തേർഡ് ആയിട്ട് കണക്കാക്കാം. സോ നമ്മൾ അല്ലെ സെക്കൻഡ് ആയിട്ട് കണക്കാക്കേണ്ടത് ഏതാണ്? ആ ഒരു നമ്മൾ കാണുന്ന സാധനങ്ങൾ അല്ലെ അതാണ് സെക്കൻഡ്. ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് ആശയങ്ങൾ മാത്രമാണ്, മനസ്സിലുള്ള ഐഡിയാസ് മാത്രമാണ് ഒറിജിനൽ. സോ അതുകൊണ്ടാണ് പറഞ്ഞത് 2 പ്രാവശ്യം അല്ലെ റിയാലിറ്റിയിൽ നിന്നും ദൂരോട്ട് പോയ എന്നുള്ളതാണ്. സോ ഈ ഒരു ഐഡിയ അല്ലെ പ്ലാറ്റോന്റെ ഐഡിയ മനസ്സിലാക്കാൻ നമ്മൾ ഒരു കാര്യം മാത്രം എടുത്താൽ മതി. ഒരു ബുദ്ധിഹീനനായ ഒരു വ്യക്തി, സോ ഒരു ബുദ്ധിഹീനനായ ഒരു വ്യക്തി അല്ലെ ഒരു ഫ്ലവർ കാണുകയാണ്. സോ അപ്പോൾ അവനത് ഫ്ലവർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? അവന്റെ ഉള്ളിൽ ആ ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. സോ ഉള്ളിൽ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫ്ലവർ ആണെന്ന് മനസ്സിലാവുള്ളൂ അല്ലെ. സോ ഒരു ബുദ്ധിഹീനനായ ഒരു വ്യക്തി അല്ലെ ഒരു ഫ്ലവർ കണ്ടാൽ ചിലപ്പോൾ എന്ത് പറയും? അല്ലെ ഒരു ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് അത് ചിലപ്പോൾ കഴിക്കാനൊക്കെ നോക്കും അല്ലെ. സോ അത് ഒരു ഫ്ലവർ കണ്ടാൽ പെട്ടെന്ന് വായിലിട്ട് ചവക്കാനൊക്കെ ചിലപ്പോൾ നോക്കിയേക്കാം അല്ലെ. സോ അതാണ് എന്തേ ആ ഒരു ഐഡിയ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് അയാൾക്കല്ലേ പുറത്ത് കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്. സോ ഉള്ളിലുള്ള ഐഡിയാസ് ആണ് എന്ത് ഒറിജിനൽ എന്നുള്ളതാണ് പ്ലാറ്റോന്റെ ആ ഒരു തിയറി ഓഫ് ഐഡിയാസ് പറയുന്നത്. സോ അത് പ്രകാരം എന്താണ് ഒരു സാഹിത്യ ബുക്ക് അല്ലെങ്കിൽ ഒരു കവിത എന്ന് പറയുന്നത് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം reality, because reality is what is in your mind or what is in your heart about the ideas about things. അതാണ് എന്ത് റിയൽ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെയും സെക്കൻഡറി ആണ്. സോ കവിത എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ആണ് അല്ലെ ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി പറയുന്നത്. In his book The Republic, he says that ideas are the ultimate reality. Things are conceived as ideas before they take practical shape as things. സോ അല്ല ആശയങ്ങളല്ലേ എവിടെയാ രൂപം എടുക്കുന്നത്? കൺസീവ്ഡ് അല്ലെ രൂപം എടുക്കുന്നത്, ആശയങ്ങൾ ജനിക്കുന്നത് മനസ്സിലാണ്. സോ ആ ഒരു അല്ലെ രൂപം പുറത്ത് നമ്മൾ കാണുന്നതിന് മുമ്പേ അല്ലാതെ മൈൻഡിൽ നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവണം, എങ്കിലേ അത് പുറത്ത് കാണുന്നതിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. A tree, thus, is nothing more than a concrete embodiment of its image in ideas. സോ ഒരു പുറമെ കാണുന്ന ഒരു മരം അല്ല എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആശയത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. The ideas of everything therefore is its original pattern and the thing itself is copy. സോ മനസ്സിലായിട്ടുണ്ടോ? സോ മനസ്സിലുള്ള ആ ഒരു ഐഡിയാസ് ആണ് ഒറിജിനൽ, ബാക്കി പുറത്ത് കാണുന്നതൊക്കെ കോപ്പിയാണ്. സോ ഒരു കവി എന്ത് ചെയ്യാണ്? ആ കോപ്പിയെ കണ്ട് അല്ലെ, അതായത് ഒരു പുറത്ത് കാണുന്ന ഒരു ഫ്ലവറിനെ കണ്ട് അല്ലെ ഒരു കവിത എഴുതുകയാണ് എന്നാണ് ആരുടെ അഭിപ്രായം? പ്ലാറ്റോന്റെ അഭിപ്രായം. ഒറിജിനൽ ഐഡിയാസ് അല്ലെ. പിന്നെന്താണ് വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറയുമ്പോൾ അല്ലെ പുറത്ത് കാണുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെയും അല്ലെ ആ ഒരു പുറത്തുള്ള എല്ലാ ഒബ്ജക്ട്സും. പിന്നെന്താണ് ആർട്ടിസ്റ്റ് ഹു സീസ് ദ ഫ്ലവർ. സോ അയാൾ എന്ത് ചെയ്യും? ഒരു കവിത എഴുതും അല്ലെ. അപ്പോൾ കവിത എന്താണ്? ആ റിയാലിറ്റിയിൽ നിന്നും അല്ലെ 2 പ്രാവശ്യം മാറിയതാണ്. ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. In the Republic, Plato discusses modes of depiction and representation that have survived through to the present.
റിപ്പബ്ലിക് എന്ന് പറയുന്ന അല്ലെ പ്ലാറ്റോയുടെ ഒരു വർക്കാണ് ഇത്. പ്ലാറ്റോ എഴുതിയ ഒരു ബുക്കാണ് ദ റിപ്പബ്ലിക്. സോ അതിലല്ലേ അദ്ദേഹം കലകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മോഡ് ഓഫ് ഡെപിക്ഷൻ അല്ല, പലതരം ഡെപിക്ഷൻ, അത് കലാപരമായ അല്ല കവിതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും സോ റെപ്രസെന്റേഷൻ അല്ല, ആ ഒരു റെപ്രസെന്റേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന് വരെ നിലനിന്ന് വന്നിട്ടുള്ള അല്ലെ, സോ പ്ലാറ്റോ ജീവിച്ച കാലഘട്ടം വരെ നിലനിന്ന് പോന്ന അല്ലെ ഗ്രേറ്റ് വർക്കുകളെ പറ്റിയൊക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ വർക്ക് ഓൾസോ ഡിസ്കസസ് ദ ഐഡിയാസ് ഓഫ് മിമിസിസ് ഓർ ഇമിറ്റേഷൻ. സോ ആ ഒരു ഗ്രീക്ക് വേർഡ് അല്ലെ മിമിസിസ് എന്ന് പറയുന്നത് ഇമിറ്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ തിയറി ഓഫ് മിമിസിസ് എന്ന് പറഞ്ഞാൽ അല്ലെ തിയറി ഓഫ് ഇമിറ്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നോ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. സോ അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ കല എന്ന് പറയുന്നത് എന്താണ്, വെറും ഇമിറ്റേഷൻ ആണ്. So Plato says that the theory of narration begins from imagination. So Plato പറയാണ് ഭാവനയിൽ നിന്നാണ് ആ ഒരു നറേഷൻ എന്നുള്ള കാര്യം അല്ലെ തുടങ്ങുന്നത്. സോ ഒരു കവി അല്ലെ യുടെ ഭാവനയിൽ നിന്നാണ് നറേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓൾ ആർട്സ് ആർ ഇമിറ്റേറ്റീവ് ബൈ നേച്ചർ. സോ കല അല്ലെ എല്ലാ കലകളും എന്താണ്, അനുകരണമാണ് അല്ലെ, അനുകരണത്തിൽ അധിഷ്ഠിതമാണ് എല്ലാ കലകളും. സോ എല്ലാവരും എന്താ ചെയ്യുന്നത്, പുറമെ കാണുന്നതിനെ അല്ലെ അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് പല കാര്യങ്ങളും എഴുതുന്നത്. Theory of mimesis. Plato says that all art is mimetic by nature. സോ എല്ലാം എന്താണ്, എല്ലാ കലകളും എന്താണ്, അനുകരണപരമാണ് എല്ലാ കലകളും എന്നാണ് അദ്ദേഹം ആ ഒരു വർക്കിൽ പറഞ്ഞിട്ടുള്ളത്. ആർട്ട് ഈസ് എൻ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് അല്ലെ. സോ കല എന്ന് പറയുന്നത് എന്താണ്, ജീവിതത്തിന്റെ ഒരു അനുകരണമാണ് അല്ലെ, ജീവിതത്തെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കല. സോ ഒരു നാടകം അല്ലെ, ഒരു പെയിന്റിങ് നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ അല്ലെ, ജീവിതത്തെ പുറത്ത് കാണുന്ന അല്ലെ യാഥാർത്ഥ്യങ്ങളെ അതിലേക്കല്ലേ വരച്ചു വെക്കാൻ ശ്രമിക്കുന്നതാണ്. He believed that ideas is the ultimate reality. അതുകൊണ്ട് തന്നെ പ്ലാറ്റോയെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലല്ലേ നമ്മുടെ മൈൻഡിലുള്ള ആശയങ്ങളാണ് എന്ത് ഒറിജിനൽ ആയിട്ടുള്ളത്. ആർട്ട് ഇമിറ്റേറ്റ്സ് ഐഡിയാസ് ആൻഡ് സോ ഇറ്റ് ഈസ് ഇമിറ്റേഷൻ ഓഫ് റിയാലിറ്റി. സോ കല അല്ലെ എന്ത് ചെയ്യാണ്, പുറത്ത് കാണുന്ന അല്ലെ ആ ഒരു കാര്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. He gives an example of a carpenter and a chair. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു കാർപ്പന്ററിന്റെയും ചെയറിന്റെയും അല്ലെ കാര്യം അദ്ദേഹം പറയാണ്. The idea of the chair first came in the mind of the carpenter. സോ കാർപ്പന്റർ അല്ലെ ഒരാള് ആദ്യമായിട്ട് ചെയർ ഉണ്ടാക്കുകയാണ്. സോ ചെയർ എന്ന് പറയുന്നത് ഉണ്ടാക്കണ്ടിക്കല്ലേ, ചെയർ എന്നതിനെ പറ്റിയുള്ള ഐഡിയ എവിടെ ഉണ്ടാവണം, അയാളുടെ മൈൻഡിൽ ഉണ്ടാവണം അല്ലെ. സോ മൈൻഡിൽ ആ ഒരു അല്ലെ ഇമാജിനേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ആശയങ്ങൾ ഉടലെടുക്കുന്നത്. സോ ആ ഒരു ആശയങ്ങളാണ് എന്ത് ഒറിജിനൽ. പുറമേ ഉള്ളത് ആ ഒറിജിനലിന്റെ ഒരു രൂപീകരണമാണ് അല്ലെ, ഒരു കൺസ്ട്രക്ഷൻ ആണ്, ഒരു എന്താ പറയാ റിഫ്ലക്ഷൻ മാത്രമാണ്. സോ അയാളല്ലേ ആ ഒരു ചെയർ ഉണ്ടാക്കുമ്പോൾ അതെന്തായി, അയാളുടെ മൈൻഡിൽ ആശയത്തിന്റെ ഒരു അവതരണമായിട്ട് മാറുകയാണ്. സോ അല്ലെ പുറമെ കാണുന്ന ചെയർ എന്താണ്, സെക്കൻഡറി ആണ്. സോ ആ ഐഡിയസ് ആണ് എന്ത് ഫസ്റ്റ്. The idea of the chair first came in the mind of the carpenter. He gave a physical shape to his ideas out of wood and created a chair. സോ അല്ലെ ഒരു മരം ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്യും, തന്റെ ഉള്ളിൽ തോന്നിയ അല്ലെ ചെയർ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിന് അല്ലെ ഒരു എന്ത് നൽകും, ബാഹ്യരൂപം നൽകുമെന്നുള്ളതാണ്. The painter imitated the chair of the carpenter in his picture of chair. സോ ഇനി ആ ചെയർ എന്ത് ചെയ്യാണ്, ഒരു ചിത്രകാരൻ കാണുകയാണ്. സോ ആ ചിത്രകാരൻ എന്ത് ചെയ്യും, ആ പുറത്ത് കാണുന്നതിനെ, കാരണം ചിത്രകാരനെ അറിയില്ല ചെയർ എന്ന് പറയുന്ന ഒരു സാധനം. സോ അല്ലെ ആദ്യമായിട്ട് ഒരു ചെയർ ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ അല്ലെ, ഇപ്പൊ ബാക്കി ആയിരിക്കും അല്ലെ ചെയർ എന്നതിനെ പറ്റി അറിയില്ല. സോ ഒരു ചിത്രകാരനല്ലേ ആ ചെയർ കണ്ട് അല്ലെ എന്ത് ചെയ്യാണ്, അതിനെ തന്റെ ചിത്രത്തിലൂടെ വരച്ചു വെക്കുകയാണ്. അപ്പോൾ അതെന്താണ്, twice removed from reality. Thus the painter's chair is twice removed from reality. Hence he believed that art is twice removed from reality. So കല എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നും അല്ലെ 2 പ്രാവശ്യം ദൂരോട്ട് മാറ്റപ്പെട്ട ഒരു കാര്യമാണ്. കാരണം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഐഡിയസ് ആണ്, പുറമെ കാണുന്നതൊക്കെ അല്ലെ അതിന്റെ റിഫ്ലക്ഷൻ ആണ്. സോ ഒരു കലാകാരൻ പുറമെ കാണുന്ന കാര്യങ്ങളെ അല്ലെ നോക്കിക്കണ്ട് ആസ്വദിച്ച് അതിനെ പറ്റിയാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിട്ടുള്ള കാര്യമാണ്.
Gives first importance to philosophy as philosophy deals with the ideas, whereas poetry deals with the illusion. സോ അദ്ദേഹം അല്ലെ ഫിലോസഫിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഫിലോസഫി എന്ന് പറയുന്നത് അല്ലെ എന്താണ് മൈൻഡിൽ ഉടലെടുക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, പുറമേയുള്ള യാഥാർത്ഥ്യങ്ങളെ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫിലോസഫിയിലെ പല കാര്യങ്ങളും എന്താണ് നമുക്ക് അല്ലെ ഒരു ഫൈനൽ വേർഡ് ഒന്നിനെ പറ്റിയും പറയാൻ പറ്റില്ല. കാരണം ഒക്കെയും എന്താണ് നമുക്കല്ലേ പുറമേ ഉള്ള മൂല്യങ്ങൾ കൊണ്ട് വിലയിരുത്താൻ പറ്റുന്നതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളാണ് ഫിലോസഫി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പുറമേയുള്ള സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഫിലോസഫി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫിലോസഫിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പോയട്രി അല്ലെ എന്ന് പറയുന്നത് എന്താണ്, ഡീൽസ് വിത്ത് ഇല്യൂഷൻ അല്ലെ, അതായത് ഇല്യൂഷൻ മായ കാഴ്ചകൾ, അതായത് പുറമേ കാണുന്ന അല്ലെ സെക്കൻഡറി ഐഡിയാസിനെ വെച്ചുണ്ടാക്കുന്നതാണ് കവിതയും സാഹിത്യവും അല്ലെ കലകളും എന്നാണ് പ്ലാറ്റോന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അല്ലെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തിങ്സ് വിച്ച് ആർ ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, അതാണ് എന്ത് കവിത അല്ലെങ്കിൽ സാഹിത്യം. So Plato says that in order to become a good artist or poet, a man has to become a good teacher. നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കലാകാരൻ അല്ലെങ്കിൽ കവി ആവണമെങ്കിൽ ആദ്യം എന്താവണം, നല്ലൊരു ടീച്ചർ ആവണം. ടീച്ചർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഫിലോസഫർ എന്നുള്ളതാണ്. സോ യാഥാർത്ഥ്യത്തെ അല്ലെ ഐഡിയാസിനെ അല്ലെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ആ ഐഡിയാസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ അല്ലെ നമുക്ക് എന്ത് കിട്ടും, പുറമേയുള്ള കാര്യങ്ങളെ അതിൽ വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെ. സോ ഉള്ളിലുള്ള ഐഡിയാസിനെ വിശകലനം ചെയ്ത് പഠിച്ച് അല്ലെ വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടീച്ചർ എന്ന വേർഡ് കൊണ്ട് അദ്ദേഹം ഫിലോസഫി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാൻ ഹാസ് ടു ബിക്കം എ ഗുഡ് ടീച്ചർ, ഒരു നല്ല അല്ലെ ടീച്ചർ ആവണം. ഒരു നല്ല ഫിലോസഫർ ആയാൽ അല്ലെ കലാകാരൻ എന്ത് പറ്റും, നന്നായിട്ട് അത് അല്ലെ കലയിലൂടെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പ്ലാറ്റോ പറയുന്നത്. സോ ആർട്ട് ഈസ് നോട്ട് മിയർ പ്ലഷർ ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡിവോഴ്സ്ഡ് ഫ്രം മോറൽസ്. സോ അതുകൊണ്ട് തന്നെ കല എന്ന് പറയുന്നതല്ലേ മോറൽ ഐഡിയാസ് നിന്നും അല്ലെ ദൂരെയല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നല്ലൊരു ഫിലോസഫർ ആയാൽ അല്ലെ നല്ലൊരു കലാകാരനാവാം എന്നാണ് ആരുടെ അഭിപ്രായം, പ്ലാറ്റോയുടെ അഭിപ്രായം. സോ ഈ സീസ് ദാറ്റ് ട്രൂത്ത് ഷുഡ് ബി ദ ടെസ്റ്റ് ഓഫ് പോയട്രി. അതുകൊണ്ടാണ് പറയുന്നത് അല്ലെ സത്യമായിരിക്കണം കവിതയുടെ എന്താ പറയാ കാതൽ എന്ന് പറയുന്നത് അല്ലെ, കവിതയുടെ കോർ എന്ന് പറയുന്നത് സത്യത്തിൽ അധിഷ്ഠിതമാവണം. സോ ആ ഒരു ഉള്ളിലുള്ള ഐഡിയാസ് അല്ലെ അതിൽ അധിഷ്ഠിതമായിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെ കവികൾ എന്ത് ചെയ്യണം, എഴുതാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പോയട്രി ഷുഡ് ഹാവ് ഇറ്റ്സ് ഷെയർ ടു ദ വെൽഫെയർ ഓഫ് ദി സ്റ്റേറ്റ്. കാരണമല്ലേ പോയട്രി എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റിന്റെ അല്ലെ കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാവണം കവിത അല്ലെങ്കിൽ ഒരു കല എന്ന് പറയുന്നത്. സോ ഒരു അല്ലെ രാജ്യത്തിന്റെ പുരോഗതിക്ക് നമുക്ക് എന്ത് വേണം, നല്ല കവിതകൾ വേണം. അതുകൊണ്ട് തന്നെ നല്ലതല്ലാത്ത കവിതകളൊന്നും ആരും അതായത് രാജ്യത്തെ അല്ലെ പുരോഗതിക്ക് സഹായിക്കാത്ത അല്ലെ വെറുതെ എഴുതുന്ന കവിതകളൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്ലാറ്റോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, കാരണം പോയട്രി അല്ലെ ഷുഡ് ഇംബ്യൂ സ്ട്രെങ്ത് ടു ദ പീപ്പിൾ റാദർ ദാൻ മേക്കിംഗ് ദം ഇമോഷണൽ ആനിമൽ. സോ കവിത എന്ന് പറയുന്നതല്ലേ ഒരു കവിതയോ കഥയോ കേട്ട് അല്ലെ നിങ്ങൾ അവിടെ ഇരുന്ന് കരയാൻ പാടില്ല. കാരണം എന്താണ്, നമ്മളല്ലേ സ്റ്റേറ്റിന്റെ പുരോഗതിക്ക് വേണ്ടി ഓരോരുത്തരും അല്ലെ എന്ത് ചെയ്യണം, തന്റെ പങ്ക് കൊടുക്കണം, തൻ്റെതായ കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്ന ഐഡിയ ആണ് പ്ലാറ്റോനുള്ളത്. അതുകൊണ്ട് തന്നെ അല്ല ഒരു എന്താണ് വീക്ക് ആയിട്ടുള്ള അല്ലെ ഒരു ട്രാജഡി ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളല്ലേ ആ ഒരു ഇമോഷണലിൽ പെട്ട് നമ്മളല്ലേ കരഞ്ഞിരിക്കും. സോ അപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ വർക്ക് ചെയ്യില്ല അല്ലെ, നമ്മുടെ പണികളൊന്നും വൃത്തിയായിട്ട് ചെയ്യില്ല. സോ അങ്ങനെ ചെയ്യാതിരുന്ന അല്ലെ എന്താണ് അത് വ്യക്തിയുടെ പുരോഗതിക്ക് അല്ലെ, വ്യക്തിയുടെ അല്ലെ ഇത് എന്താണ് പുരോഗതി ഉണ്ടല്ലോ, അവൻ പണിക്ക് പോകാണ്ടല്ല അവൻ എന്തില്ല പൈസ ഉണ്ടാവില്ല. സോ അവനല്ലേ വ്യക്തിയുടെ പുരോഗതി ഇല്ലെങ്കിൽ രാജ്യത്തിന് പുരോഗതി ഇല്ല എന്നൊരു ഐഡിയ ആണ് പ്ലാറ്റോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ല എന്താണ് ഇങ്ങനെയുള്ള അല്ലെ ട്രാജഡീസും ഇങ്ങനെയുള്ള അല്ലെ മോശം കവിതകളൊന്നും വേണ്ട നമുക്കല്ലേ. എന്താണ് ഒരു വ്യക്തിയെ അല്ലെ തൻ്റെ രാജ്യത്തിന് വേണ്ടിയല്ല സംഭാവന നൽകാൻ പ്രേരിപ്പിക്കുന്ന ടൈപ്പ് കവിതകളും സാഹിത്യവും മതി എന്നുള്ളതാണ്. സോ പോയട്രി അല്ലെങ്കിൽ ആർട്ട് ഷുഡ് അല്ലെ എന്താണ് give energy to the person, energy to people in order to
help them contribute to the state എന്നുള്ളതാണ് പ്ലാറ്റോന്റെ ഐഡിയ. സോ പ്ലാറ്റോ എന്തേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയുള്ള കവിതകളെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, കവികളെയൊക്കെ അല്ലെ എന്ത് ചെയ്യണം, കവികൾ എപ്പോഴും എഴുതുന്നത് ട്രാജഡിയൊക്കെ പറ്റിയാണ്. അതുകൊണ്ട് കവികളെയൊക്കെ അല്ലെ ബാൻ ചെയ്യണം, നാട് കടത്തണം എന്ന ഐഡിയ വെച്ച് പുലർത്തിയ ആളാണ് ആര്, പ്ലാറ്റോ എന്ന് പറയുന്നത്. കാരണം അക്കോർഡിംഗ് ടു പ്ലാറ്റോ അല്ലെ ആർട്ട് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. സോ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലെ കവിത ഇങ്ങനെ ആവാൻ പാടില്ല, എന്ത് ചെയ്യണം അല്ലെ, ഫിലോസഫേഴ്സ് ആവണം കവികൾ. സോ അല്ലെ അവരെന്ത് ചെയ്യണം, അതായത് പ്രാഥമികമായ അല്ലെ ആശയങ്ങൾ, അതായത് തിയറി ഓഫ് ഐഡിയാസ്, അതിൽ അധിഷ്ഠിതമായിട്ട് കവിതകൾ എഴുതണം, അല്ലാണ്ട് പുറമേ ഉള്ളതിനെ വെച്ച് കവിതകൾ എഴുതരുത് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. സോ ഇത്രയാണ് പ്ലാറ്റോയുടെ ഐഡിയാസ് അല്ലെ ആ ഒരു ഒബ്സർവേഷൻസ് പറയുന്നത്. പ്ലാറ്റോസ് കൺസെപ്റ്റ് ഓഫ് നറേഷൻ അല്ലെങ്കിൽ മിമിസിസ് അല്ലെങ്കിൽ ആർട്ട്. For today, we will meet in the next class with some new topics.